എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞായറാഴ്ചത്തെ ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഞായറാഴ്ചത്തെ കുറച്ച് ചെറിയ വിശേഷങ്ങൾ കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഇപ്പോൾ മോള് സ്കൂളിലേക്കൊന്നും പോകാറില്ല, അതുകൊണ്ട് വൈകിട്ടാണ് നീക്കുന്നത്. അപ്പോൾ പരീക്ഷയാണ്, അതിൻ്റെ പഠിപ്പിന് ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് മെല്ലെ എണീക്കാറുള്ളൂ. ചുക്കുകളിലൊക്കെ വെച്ചു. പിന്നെ ഇന്നലത്തെ ഇഡ്ഡലിയുടെ മാവ് ബാക്കിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം, സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏട്ടന് ഷുഗറുള്ള കാരണം ഞങ്ങൾ രാവിലെ ഞാനും മോളും കൂടി തോട്ടത്തിൽ പോയിട്ട് പേരയുടെ തളിരില വെള്ളത്തിലിട്ട് തിളപ്പിച്ച ആ വെള്ളം ഏട്ടൻ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ പേരയുടെ തളിരില പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. തോട്ടിയെടുത്ത് പോയി അത് പൊട്ടിക്കുകയാണ്. അപ്പോൾ മോളാണ് പേരയുടെ ഇലയൊക്കെ പൊട്ടിക്കുന്നത്. ഏട്ടൻ ഈ സമയത്ത് നടക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മോള് ഇലയൊക്കെ പൊട്ടിച്ച് വന്നതിൻ്റെ ശേഷം ഞാൻ ചുക്കുകളിലൊക്കെ വെച്ചിട്ടാണ് പോയിരുന്നത്. ഇലയൊക്കെ നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുക. പോയി വന്നിട്ട് ഞാൻ ചായയൊക്കെ വെച്ചു. അപ്പോഴേക്കും പിന്നെ മോള് ഇത് പഠിക്കാൻ വേണ്ടി മുകളിലേക്ക് കയറുകയാണ്. അവൾ രാവിലെ ഒരു 10-10:30 വരെ പഠിക്കും. അതിന് ശേഷമാണ് പിന്നെ ബാക്കി ഭക്ഷണം കഴിക്കാനൊക്കെ വരുള്ളൂ. അപ്പോൾ ചുക്കുകളിലും ചായയും അതിൻ്റെ ശേഷം ഗ്യാസ് ഒഴിയുന്നതിനനുസരിച്ച് ഞാൻ ഓരോന്നും ഇങ്ങനെ വെക്കുക ചെയ്യുക. എന്നാലാണ് രാവിലെ പെട്ടെന്ന് നമുക്ക് അടുക്കളയിൽ നിന്ന് പണി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കഴുകി വെച്ച ഇല അതിൽ നന്നായി ഒന്ന് ഞാൻ കീറിയിട്ട് അതിലിടും. എന്നിട്ട് ആ വെള്ളമാണ് ഏട്ടൻ കുടിക്കുക. ഞങ്ങൾ ജീരകം ഇട്ടിട്ടുള്ള ചുക്കുവെള്ളം കുടിക്കുക. ഈ സമയത്ത് ഏട്ടൻ നടക്കാൻ പോയിരുന്നു കേട്ടോ. കുറച്ച് ദൂരം നടന്ന് വരും. അപ്പോൾ പിന്നെ ഏട്ടൻ നടന്ന് വന്നിട്ട് ഏട്ടനും ചായ കൊടുക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ്റെ കുറച്ച് ജോലികളുണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ 2 സൈഡും തെങ്ങും വാഴയും കഴുങ്കൊക്കെ കുറച്ച് ബാക്കിലും വീടിൻ്റെ ബാക്കിലും കുറച്ച് ഫ്രണ്ടിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നനയ്ക്കുകയാണ്. അതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നും ഞങ്ങളുടെ രാവിലത്തെ റൊട്ടീൻ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ ഉണ്ടാക്കാൻ ഇന്ന കഷ്ണം വേണം എന്നൊന്നുമില്ല, എന്ത് കഷ്ണം ഉണ്ടെങ്കിലും ഞാൻ സാമ്പാർ വയ്ക്കും. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതൊന്ന് വറുത്തു. പിന്നെ ഉള്ളിയും തക്കാളിയും ഒരു കഷ്ണം വെള്ളരിക്ക ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് ഒരു സാമ്പാർ വെച്ചു. ഇവിടെ ഞാനും മോളും ഏട്ടനും മാത്രമേ ഉള്ളൂ. പിന്നെ ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും വരാത്തതുകൊണ്ട് സാമ്പാർ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മാത്രം മതി കേട്ടോ. പിന്നെ ഏട്ടന് എത്ര ഇഡ്ഡലി കഴിച്ചാലും പൂതി മാറാത്തൊരാളാണ്. അപ്പോൾ എന്നും ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താൽ അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടന് മാത്രം ഇഡ്ഡലി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഏട്ടന് മാത്രമാണ് ഇഡ്ഡലി, ഞങ്ങൾക്ക് ദോശയാണ്. ദോശയും സാമ്പാറും പിന്നെ ഉള്ളിക്കറി ഇന്നലെ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങളുടെ രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സാമ്പാർ വറുത്തരച്ചിട്ടൊന്നല്ല വയ്ക്കുക, മുളക് പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വാളൻപുളി പിഴിഞ്ഞൊഴിക്കും. പിന്നെ അതിൽ വെണ്ടയ്ക്ക ഇട്ട് തിളപ്പിക്കും. പിന്നെ അതിൽ വറുത്തിടുകയും ചെയ്തു. അങ്ങനത്തെ ചെറിയൊരു സാമ്പാർ വെക്കലാണ്. ഞാൻ വലിയ കുക്കൊന്നും അറിയുന്ന ആളല്ല. ചെറിയ സംഭവങ്ങൾ ഞങ്ങൾക്ക് 3 ആൾക്കും അല്ലേ വേണ്ടു. പിന്നെ എന്തെങ്കിലും ആൾക്കാരൊക്കെ വലിയ വിശേഷമൊക്കെ ആണെങ്കിൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാറ്. പിന്നെ ഏട്ടൻ അത് കഴിക്കാൻ കൊടുത്തു. ഏട്ടൻ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിക്കുകയാണ്. ഞങ്ങൾക്ക് ആ സമയത്ത് ദോശ ഉണ്ടാക്കി. ഞാൻ ഈ ദോശച്ചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രങ്ങളും ഇപ്പം എൻ്റെ കയ്യിലില്ല, മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പം ഇതിനൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ ഇങ്ങനത്തെ കല്ലിലാണ് ഞാൻ ദോശ ഉണ്ടാക്കുക. ഇരുമ്പിൻ്റെ ദോശക്കല്ല് നന്നായിട്ട് എടുത്താൽ കിട്ടും കേട്ടോ. ഇത് വീടിരുന്ന കാലത്ത് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് നല്ല എടുത്താൽ കിട്ടും. പിന്നെ അത് ഏട്ടൻ നേരത്തെ പോയി. അപ്പോൾ ഏട്ടൻ പോയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
താങ്ക് യു ഫോർ വാച്ചിങ്.